നമസ്കാരം. ജീവന്റെ നൂൺ എഡിഷൻ ആരംഭിക്കുന്നു. പ്രധാന വാർത്തകൾ. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഭൂരിപക്ഷം ഉറപ്പെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ. അനുകൂല വിധിയുണ്ടാകുമെന്ന് സി കൃഷ്ണകുമാർ. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിൽ ജനവിധി. ജാർഖണ്ഡിൽ അവസാനഘട്ട പോളിംഗ് 38 മണ്ഡലങ്ങളിൽ. വിജയപ്രതീക്ഷയിൽ ഇന്ത്യ സഖ്യവും എൻഡിഎയും. തൊണ്ടിമുതലിൽ തിരിമറി. മുൻ മന്ത്രി ആന്റണി രാജുവിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. വിചാരണ നേരിടണം. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി. ഗാസയിൽ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി നെതന്യാഹു. ഇസ്രയേൽ ബന്ദികളെ തിരിച്ചെത്തിക്കുന്ന ഗാസക്കാർക്ക് പാരിതോഷികം. ഹമാസ് അസ്തമിച്ചുവെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി. ഫുട്ബോളിലെ മെസ്സി കേരളത്തിലേക്ക് സ്ഥിരീകരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. മെസ്സിയും സംഘവും പന്ത് തട്ടാനെത്തുക അടുത്ത വർഷം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പാലക്കാട് മണ്ഡലത്തിൽ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 10 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. രാവിലെ തന്നെ ബൂത്തുകളിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടു. മിക്ക ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ തന്നെ രൂപപ്പെട്ടു. പാലക്കാടിന്റെ മനസ്സ് തനിക്കൊപ്പമാണെന്ന് ഇടതു സ്ഥാനാർത്ഥി പി സരിൻ പറഞ്ഞു. ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്നലെയും പ്രചരണം. ഞാൻ എൻ്റെ ശ്രദ്ധ എത്ര നിങ്ങൾ ശ്രമിച്ചിട്ടും വേറൊന്നിലേക്ക് മാറിപ്പോയിട്ടില്ല. എനിക്ക് 2 വോട്ടുണ്ടെന്ന് പറഞ്ഞ കള്ളന്മാരുടെ അടുത്ത് മാത്രമാണ് അത് തിരുത്താൻ വേണ്ടി ഞാൻ കുറച്ചു നേരം ഇരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിലല്ലാതെ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങളിലും അവരുടെ അടുത്ത് എത്തുന്നതിലും മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരാളാണ്. ആ ശ്രദ്ധ തന്നെയാണ് അവസാന ദിവസം അതും തെറ്റിക്കാൻ പറ്റില്ല. മികച്ച ഭൂരിപക്ഷമുണ്ടാകുമെന്ന UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. BJPയുടെ സ്ട്രോങ് ഹോൾഡ് ബെൽറ്റുകളിൽ പോയപ്പോൾ അവിടുത്തെ ധാരാളം വോട്ടർമാർ ഞങ്ങൾ തവണ വോട്ട് ചെയ്യില്ല, ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല, BJPക്ക് വോട്ട് ചെയ്യാൻ കാരണമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം BJPക്ക് മാത്രം വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവർ വേറൊരു പാർട്ടിക്കും കൊടുക്കാൻ കഴിയാത്തത്ര ഹാർഡ് കോർ ആയിട്ടുള്ള BJPക്കാർ. അപ്പോൾ അങ്ങനെ കുറഞ്ഞാൽ മാത്രമേ പോളിംഗ് പറയുള്ളൂ. ഞങ്ങളുടെ പോളിംഗ് വളരെ കൃത്യമായിട്ടുണ്ടാവും. ഞങ്ങളുടെ പോളിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ സെക്കുലർ സ്പേസിലെ മുഴുവൻ വോട്ട് കൃത്യമായി പോൾ ചെയ്യും. NDAക്ക് അനുകൂല വിധിയെഴുത്തുണ്ടാകുമെന്ന് BJP സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറും അഭിപ്രായപ്പെട്ടു. പാലക്കാട്ടുകാരെ ഇന്നത്തെ വോട്ട് പാലക്കാടിന്റെ വികസനത്തിനുള്ള വോട്ടാണ്. പാലക്കാട്ടുകാർ ഇത്തവണ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയെഴുത്താണെന്ന് നടത്തുന്നത്. അത് കേവലം പാലക്കാട് മാത്രമല്ല, കേരള രാഷ്ട്രീയത്തിൽ തന്നെ വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിക്കുന്ന ഒരു വിധിയെഴുത്ത് NDAയുടെ വിജയം വഴി ഇന്ന് പാലക്കാട്ടുകാർ വിധിയെഴുതും. പാലക്കാട്ട് 184 ബൂത്തുകളാണ് ഉള്ളത്. LDF സ്ഥാനാർത്ഥി പി സരിൻ അടക്കമുള്ളവർ വോട്ട് രേഖപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് മണ്ഡലത്തിൽ വോട്ടില്ല. പാലക്കാട് നഗരസഭ, പിരായിരി, കണ്ണാടി, മാത്തൂർ പഞ്ചായത്തുകൾ ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിൽ 1,94,706 വോട്ടർമാരാണ് ഉള്ളത്. എല്ലാ ബൂത്തുകളിലും മോക്ക് പോളിംഗ് അതിരാവിലെ തന്നെ പൂർത്തിയാക്കിയിരുന്നു. വലിയ ശുഭപ്രതീക്ഷയിലാണ് മുന്നണികൾ. വിവാദങ്ങളൊന്നും ബാധിക്കില്ലെന്നാണ് നേതാക്കളുടെ വിലയിരുത്തൽ. മതേതര നിലപാടാണ് പാലക്കാട്ടെ ജനതയ്ക്കെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു. ജനങ്ങളെ വെല്ലുവിളിക്കുന്നവരെ ജനം തിരിച്ചറിയുമെന്നായിരുന്നു LDF സ്ഥാനാർത്ഥി സരിന്റെ പ്രതികരണം. NDAയുടെ വിജയം വഴി ചരിത്രപരമായ വിധിയെഴുത്തിന് പാലക്കാട് സാക്ഷിയാകുമെന്ന് സി കൃഷ്ണകുമാറും പ്രതികരിച്ചു. ന്യൂസ് ഡെസ്ക് ജീവൻ. പാലക്കാടിന്റെ മണ്ണും മനസ്സും രാഹുലിനൊപ്പമാണെന്നും നല്ല ഭൂരിപക്ഷം രാഹുലിന് ലഭിക്കുമെന്നും ഷാഫി പറമ്പിൽ MP. നിയമസഭയ്ക്കകത്തും പുറത്തും ഈ നാടിന്റെ ശബ്ദമാകാൻ രാഹുലിന് കഴിയും. കേരളം ആഗ്രഹിക്കുന്ന വിധിയെഴുത്ത് പാലക്കാട്ടുണ്ടാകുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. കേരളം ആഗ്രഹിക്കുന്ന ഒരു വിധിയെഴുത്ത് പാലക്കാട് നിന്നുണ്ടാകും. നല്ല ഭൂരിപക്ഷത്തിന് പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിച്ച് കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട് നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ ജനതയുടെ ശബ്ദമാകുമെന്നുള്ള ഉറപ്പിന്റെ അടയാളമാണ് ഈ മഷി എന്ന് ഞാൻ കരുതുന്നു. മഹാരാഷ്ട്രയും ജാർഖണ്ഡും പോളിംഗ് ബൂത്തിൽ. മഹാരാഷ്ട്രയിൽ 288 മണ്ഡലങ്ങളിലും ജാർഖണ്ഡിലെ 81 മണ്ഡലങ്ങളിലെ ശേഷിക്കുന്ന 38 മണ്ഡലങ്ങളിലുമാണ് ജനവിധി. മഹാരാഷ്ട്രയിൽ 228 സീറ്റുകളിൽ 234 ജനറൽ മണ്ഡലങ്ങളും 54 സംവരണ മണ്ഡലങ്ങളുമാണ്. ആകെ 4140 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. വിമത ഭീഷണി ഇരു മുന്നണികൾക്കും വെല്ലുവിളി ഉയർത്തി. NCP MP സുപ്രിയ സുലേക്കും PCC അധ്യക്ഷൻ നാനാ പട്ടാളയ്ക്കുമെതിരെ BJP കഴിഞ്ഞ രാത്രിയും അഴിമതി ആരോപണം ഉന്നയിച്ചിരുന്നു.
ഝാർഖണ്ഡിൽ ശേഷിക്കുന്ന 38 സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ്. ഇതിൽ ഭൂരിഭാഗവും ജനറൽ മണ്ഡലങ്ങളാണ്. മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ, ഭാര്യ കൽപ്പന സോറൻ, BJP അധ്യക്ഷൻ ബാബുലാൽ മറാണ്ടി ഉൾപ്പെടെയുള്ളവരാണ് ജനവിധി തേടിയ പ്രമുഖർ. മഹാരാഷ്ട്രയിൽ ലോക്പോൾ പ്രീപോൾ സർവേയിൽ മഹാവികാസ് അഘാഡി അധികാരത്തിലേറുമെന്നാണ് പ്രവചനം. 288 അംഗ മഹാരാഷ്ട്ര നിയമസഭയിൽ ഭരണകക്ഷിയായ മഹായുതിയെ മറികടന്ന് മഹാവികാസ് അഘാഡി അധികാരത്തിലേറുമെന്നാണ് പ്രീപോൾ സർവേ പ്രവചനങ്ങൾ. 151 മുതൽ 162 വരെ സീറ്റുകൾ മഹാവികാസ് സഖ്യം നേടുമെന്നും ഭരണകക്ഷിയായ മഹായുതിക്ക് 115 മുതൽ 128 സീറ്റുകൾ വരെ ലഭിക്കുമെന്നും സർവേ പ്രവചിക്കുന്നു. ലോക്പോൾ സർവേ പ്രകാരം മഹായുതിയുടെ വോട്ട് വിഹിതം 37 മുതൽ 40%, മഹാവികാസ് സഖ്യത്തിന്റെ വോട്ട് 43 മുതൽ 46% ആയിരിക്കുമെന്നാണ് വിലയിരുത്തൽ. 4140 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്ത്. കഴിഞ്ഞ 5 വർഷത്തിനിടെ 3 വ്യത്യസ്ത മുഖ്യമന്ത്രിമാരാണ് മഹാരാഷ്ട്രയിലുണ്ടായത്. അതുകൊണ്ട് തന്നെ കേവല ഭൂരിപക്ഷം ഒരു പാർട്ടിക്കും കിട്ടാനായില്ലെങ്കിൽ വീണ്ടും തൂക്കുസഭ ഉണ്ടാകുമെന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു. ഝാർഖണ്ഡിൽ 38 മണ്ഡലങ്ങളിലാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. BJPയുടെ വർഗീയ പ്രചാരണങ്ങളെ ജനകീയ പ്രഖ്യാപനങ്ങളിലൂടെ മറികടക്കാനാകുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ കണക്കുകൂട്ടൽ. 23-നാണ് ഇരു സംസ്ഥാനങ്ങളിലും വോട്ടെണ്ണൽ. ന്യൂസ് ഡെസ്ക് ജീവൻ. മുൻമന്ത്രിയും MLAയുമായ ആന്റണി രാജുവിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. തൊണ്ടി മുതൽ കേസിൽ തുടർ നടപടിയാകാമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ആന്റണി രാജു വിചാരണ നേരിടണമെന്നും 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി. ആന്റണി രാജു അടക്കം പ്രതികൾ അടുത്ത മാസം 20-ന് വിചാരണ കോടതിയിൽ ഹാജരാകണമെന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസ് CT രവികുമാർ അധ്യക്ഷനായ ബെഞ്ചാണ് കേസിൽ വിധി പറഞ്ഞത്. ലഹരിമരുന്ന് കേസിലെ തൊണ്ടി മുതലായ അടിവസ്ത്രത്തിൽ അന്ന് ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു കൃത്രിമം നടത്തിയെന്നായിരുന്നു കേസ്. കേസിൽ പുനരന്വേഷണത്തിനുള്ള ഹൈക്കോടതി ഉത്തരവിനെ ചോദ്യം ചെയ്തായിരുന്നു ആന്റണി രാജുവിന്റെ ഹർജി. കേസിൽ രണ്ടാം പ്രതിയെ ആന്റണി രാജു കുറ്റം ചെയ്തിട്ടുണ്ടെന്നാണ് സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നത്. തൊണ്ടി മുതൽ മാറ്റിയെന്ന കേസിൽ നടപടിക്രമങ്ങൾ പാലിച്ച് അന്വേഷണം നടത്താമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഇതിനെതിരെയാണ് ആന്റണി രാജു സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം CJM കോടതി അന്വേഷണം തുടങ്ങിയ സാഹചര്യത്തിലായിരുന്നു നീക്കം. 1990 ഏപ്രിൽ 4-ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലഹരിമരുന്ന് കേസിൽ പിടിയിലായ ആസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലായ അടിവസ്ത്രം മാറ്റി മറ്റൊന്ന് വെച്ചുവെന്നാണ് കേസ്. കേസിൽ ആന്റണി രാജു, കോടതി ജീവനക്കാരനായ ജോസ് എന്നിവരാണ് 1ഉം 2ഉം പ്രതികൾ. ന്യൂസ് ഡെസ്ക് ജീവൻ. സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ സന്ദർശിച്ചു. ഭരണഘടനയുടെ കയ്യെഴുത്ത് പ്രതി സന്ദീപ് ജിഫ്രി തങ്ങൾക്ക് കൈമാറി. മതസൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സന്ദീപിന്റെ സന്ദർശനമെന്ന് ജിഫ്രി തങ്ങൾ പ്രതികരിച്ചു. കേരളത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും മതസൗഹാർദ്ദത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ മതസംഘടനകളൊക്കെ പ്രവർത്തിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്നും സന്ദീപ് വാര്യർ സൂചിപ്പിച്ചതുപോലെ മതസൗഹാർദ്ദത്തിലേക്ക് ഇവിടെ മുൻഗണന കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. ഇതിന് 100 വർഷത്തെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇവിടെ ഏതെങ്കിലും നിലക്കുള്ള വിഭാഗീയ ചിന്താഗതി വളർത്തുന്നതിൽ ഒരു കാലത്തും സമസ്ത കേരള ജമിയത്തുൽ ഉലമ പങ്കുവഹിച്ചിട്ടില്ല. സാമുദായിക ഇടങ്ങളിൽ നിന്നടക്കം കിട്ടുന്ന പിന്തുണയാണ് ശക്തിയെന്നും സന്ദർശനത്തെ രാഷ്ട്രീയ വിവാദം ആക്കേണ്ടതില്ലെന്നും സന്ദീപ് പറഞ്ഞു. അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ ആദരവാണുള്ളത്. അദ്ദേഹത്തെ പോലൊരു വലിയ മനുഷ്യനെ വന്ന് കാണാൻ ഏറെക്കാലമായി ആഗ്രഹിച്ചിട്ടുള്ളതാണ്. ഇപ്പോഴാണ് സാഹചര്യം അനുകൂലമായിട്ട് വന്നത്. അദ്ദേഹത്തെ കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നു. വലിയ സന്തോഷം. തീർച്ചയായിട്ടും സമസ്തയുടെ സംഭാവനകൾ അത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നതാണ്, സുവർണലിപികൾ രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ആദരവ് കൂടിയാണ് ഞാനിവിടെ അർപ്പിക്കുന്നത്. സമസ്തയോടും തങ്ങളോടും അങ്ങേയറ്റം ആദരവുണ്ട്. ആത്മീയ രംഗത്തെ സൂര്യതേജസ്സാണ് സമസ്ത. ഏറെക്കാലമായുള്ള ആഗ്രഹമായിരുന്നു തങ്ങളെ കാണുക എന്നത്. സമസ്തയുടെ സംഭാവനകൾ കേരള ചരിത്രത്തിൽ സുവർണലിപികളാൽ രേഖപ്പെടുത്തുന്നവയാണെന്നും സന്ദീപ് വാര്യർ കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് ജീവൻ. KSRTCയിൽ ജീവനക്കാരുടെ ശമ്പളം എല്ലാ മാസവും 1-ാം തീയതി ലഭ്യമാവാൻ വഴിതെളിഞ്ഞു. 2025 ജനുവരി 1 മുതൽ മറ്റ് സർക്കാർ ജീവനക്കാരെ പോലെ 1-ാം തീയതി തന്നെ ശമ്പളം ലഭിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ബാങ്ക് കൺസോർഷ്യത്തിൽ നിന്ന് കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻസ് കോർപ്പറേഷനെ ഒഴിവാക്കി പകരം കേരള ബാങ്കിനെ ഉൾപ്പെടുത്തിയതോടെയാണ് പ്രശ്നത്തിന് പരിഹാരമാകുന്നത്.
ശമ്പള വിതരണത്തിനുള്ള തുകയ്ക്കായി 150 കോടി രൂപ വരെ കേരള ബാങ്ക് KSRTCക്ക് വായ്പ നൽകും. കൂടാതെ ഒരു മാസത്തേക്ക് ശമ്പളത്തിനായി വേണ്ടിവരുന്ന തുകയായ 80 കോടി രൂപ ഓവർഡ്രാഫ്റ്റായും നൽകും. ശമ്പളം കൃത്യമായി നൽകിയ ശേഷം വരുന്ന തിരിച്ചടവിന് 2 ഘട്ടമായി സർക്കാർ നൽകുന്ന 50 കോടി രൂപയും KSRTCക്ക് ലഭിക്കുന്ന മറ്റു വരുമാനവും ഉപയോഗിക്കും. ഇതു സംബന്ധിച്ച് അടുത്തിടെ CMD, കേരള ബാങ്ക് അധികൃതർ, ബാങ്ക് കൺസോർഷ്യം പ്രതിനിധികൾ തുടങ്ങിയവരെ പങ്കെടുപ്പിച്ച മന്ത്രി KB ഗണേഷ് കുമാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമെടുത്തിരുന്നു. SBI, PNB, കനറ ബാങ്ക് തുടങ്ങിയവ ഉൾപ്പെട്ട ബാങ്ക് കൺസോർഷ്യത്തിൽ കേരള ബാങ്കിനെ കൂടി ഉൾപ്പെടുത്തുന്നതിനുള്ള രജിസ്ട്രേഷനും മുദ്രപത്ര ചെലവുകൾക്കായി 9.62 കോടി രൂപയും സർക്കാർ ഒഴിവാക്കി നൽകി. ഇതോടെ നടപടിക്രമങ്ങൾ വേഗത്തിലായി. കേരള ബാങ്കിനുള്ള നബാർഡിന്റെ അനുമതി മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. അതുകൂടി ലഭിച്ചാൽ ഡിസംബർ 2ാം വാരം തന്നെ ബാങ്ക് കൺസോർഷ്യത്തിൽ കേരള ബാങ്ക് ഉൾപ്പെടും. ശബരിമല സീസൺ അവസാനിക്കുന്ന ജനുവരി 2ാം വാരത്തിനു ശേഷം അംഗീകൃത യൂണിയനുകളെ നിശ്ചയിക്കുന്നതിനുള്ള ഹിതപരിശോധന നടക്കുമെന്നതിനാൽ ഭരണകക്ഷി യൂണിയനുകൾ തീരുമാനത്തെ സ്വാഗതം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ജീവൻ. തലസ്ഥാനത്ത് 50% തൊഴിലാളികൾ വീട്ടിലിരുന്ന് ജോലി ചെയ്യണമെന്ന നിർദ്ദേശം നൽകി ഡൽഹി സർക്കാർ. രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണത്തെ തുടർന്നാണ് പുതിയ നീക്കം. ഡൽഹിയിലെ വിവിധയിടങ്ങളിലെ വായുമലിനീകരണം എയർ ക്വാളിറ്റി ഇൻഡെക്സ് അനുസരിച്ച് ഉയർന്ന അളവിലാണ്. ഇതോടെയാണ് അധികൃതർ കർശന നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചത്. സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കാണ് ഇളവ് നൽകിയത്. അടുത്തിടെ രൂക്ഷമായ അന്തരീക്ഷ മലിനീകരണം തടയുന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹി സർക്കാർ വിവിധ നടപടികൾ സ്വീകരിച്ചിരുന്നു. അവശ്യസേനകൾ ഒഴികെ ഡൽഹി രജിസ്ട്രേഷനുകളിലുള്ള പഴയ മോഡൽ ഡീസൽ വാഹനങ്ങൾ, വലിയ ചരക്കുവാഹനങ്ങൾ തുടങ്ങിയവ റോഡുകളിൽ നിന്ന് പൂർണ്ണമായും നിരോധിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും സുരക്ഷ മുൻനിർത്തി 10 മുതൽ 12ാം ക്ലാസ് വരെയുള്ളവർക്ക് താൽക്കാലികമായി അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലിനീകരണം തടയുന്നതിനായി കഴിഞ്ഞ വർഷം ഡൽഹി സർക്കാർ കാൺപൂരിലെ IIT-യുമായി സഹകരിച്ച് ക്ലൗഡ് സീഡിംഗ് നടത്താനുള്ള ശ്രമം നടത്തിയിരുന്നു. ഈ വർഷം നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ ഓഗസ്റ്റിൽ ആരംഭിച്ചെങ്കിലും ഇത് സംബന്ധിച്ച യോഗം ഇതുവരെ നടന്നിട്ടില്ല. നാഷണൽ ഡെസ്ക്, ജീവൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി KS സ്റ്റാമറുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രസീലിലെ G20 ഉച്ചകോടിക്കിടെയായിരുന്നു കൂടിക്കാഴ്ച. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതും UK-യിൽ താമസിക്കുന്ന ഇന്ത്യൻ സാമ്പത്തിക കുറ്റവാളികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും മോഡിയും കെയർ സ്റ്റാമറും ചർച്ച ചെയ്തതായാണ് റിപ്പോർട്ട്. ഈ വർഷം ആദ്യം മുടങ്ങിയ സ്വതന്ത്ര വ്യാപാര കരാറുമായുള്ള ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു നേതാക്കളും പ്രകടിപ്പിച്ചു. ഇരു രാജ്യങ്ങൾക്കും പരസ്പര നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു വ്യാപാര കരാർ ഇന്ത്യയുമായി ചർച്ച ചെയ്യുവാൻ UK പ്രതിജ്ഞാബദ്ധമാണെന്ന് സ്റ്റാർമർ പറഞ്ഞു. ഇന്ത്യയുമായുള്ള പുതിയ വ്യാപാര കരാർ സാമ്പത്തിക ബന്ധങ്ങൾ മെച്ചപ്പെടുത്തുക മാത്രമല്ല UK-യിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സഹായിക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ജൂലൈയിൽ UK-യിലെ സാമ്പത്തിക വളർച്ചയ്ക്കും ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമായി വ്യാപാരം വർദ്ധിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സംസാരിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയ ശേഷം UK-യിലേക്ക് കടന്നു കളഞ്ഞ ഇന്ത്യൻ സാമ്പത്തിക കുറ്റവാളികളുടെ വിഷയം ചർച്ചയ്ക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചു. UK-യിലേക്ക് കടന്ന ഇത്തരം കുറ്റവാളികൾക്കെതിരെ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാർ ബ്രിട്ടീഷ് സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും കുടിയേറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തെന്നും കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ജീവൻ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ സന്ദർശിക്കും. ഈ വർഷം സന്ദർശനം നടത്താനുള്ള തയ്യാറെടുപ്പിലാണെന്ന് റഷ്യൻ പ്രസിഡന്റിന്റെ വക്താവ് അറിയിച്ചു. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി പുടിൻ ഇന്ത്യയിലെത്തും. റഷ്യ യുക്രൈൻ സംഘർഷം തുടങ്ങിയതിനു ശേഷം ആദ്യമായാണ് റഷ്യൻ പ്രസിഡന്റിന്റെ ഇന്ത്യ സന്ദർശനം. സന്ദർശനത്തിൽ സംഘർഷം പരിഹരിക്കാനുള്ള ചർച്ചകളും നടന്നേക്കും എന്നാണ് വിലയിരുത്തൽ. ഹമാസ് വീണ്ടും ഗാസ ഭരിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ഗാസ സന്ദർശനത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുവാനുള്ള ശ്രമങ്ങൾ ഒരിക്കൽ കൂടി നെതന്യാഹു നിരാകരിച്ചു. ഇസ്രായേൽ ബന്ദികളെ തിരിച്ചെത്തിക്കുന്ന ഗാസക്കാർക്ക് വൻ പാരിതോഷികം നൽകുമെന്ന നിലപാട് നെതന്യാഹു ആവർത്തിച്ചിട്ടുണ്ട്. ഒരു ബന്ദിയെ തിരിച്ചെത്തിക്കുന്നവർക്ക് $5 മില്യൺ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി വ്യക്തമാക്കി. വടക്കൻ ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നതിനിടെയാണ് നെതന്യാഹുവിന്റെ സന്ദർശനം. ഇസ്രായേൽ പ്രതിരോധ സേന ഗാസയിൽ മികച്ച നേട്ടമുണ്ടാക്കി. ഹമാസ് വീണ്ടും ഗാസയിൽ അധികാരത്തിലെത്തില്ലെന്ന് ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്ന് നെതന്യാഹു പറഞ്ഞു. ബന്ദികളെ കണ്ടെത്താനും അവരെ തിരിച്ചെത്തിക്കാനുമുള്ള ശ്രമങ്ങൾ തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ജബലിയയിലെ അൽബലാദിൽ ഇസ്രായേൽ ആക്രമണത്തിൽ മരിച്ചവരുടെ എണ്ണം 12 ഉയർന്നു. ന്യൂസ് ഡെസ്ക്, ജീവൻ. 6 അമേരിക്കൻ നിർമ്മിത
മിസൈലുകൾ യുക്രൈൻ റഷ്യയ്ക്ക് നേരെ പ്രയോഗിച്ചതായി റഷ്യൻ പ്രതിരോധ മന്ത്രാലയം. യുക്രൈന് അമേരിക്കൻ മിസൈലുകൾ പ്രയോഗിക്കാൻ അനുമതി നൽകിയതിന് ഒരു ദിവസത്തിന് ശേഷമാണ് യുക്രൈന്റെ ആക്രമണം. ATACMS എന്ന പേരുള്ള 5 മിസൈലുകളെ റഷ്യൻ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതായും മറ്റൊന്നിനെ നശിപ്പിച്ചതായും മന്ത്രാലയം പറഞ്ഞു. തകർത്ത മിസൈലുകളുടെ അവശിഷ്ടങ്ങൾ സൈനിക കേന്ദ്രത്തിൽ തകർന്നു വീണെന്നും കേന്ദ്രത്തിൽ തീപിടിച്ചെന്നും റിപ്പോർട്ടുകളുണ്ട്. ആളപായമില്ലെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. ബ്രയാൻസ്കിലെ റഷ്യയുടെ ആയുധശേഖര കേന്ദ്രത്തിൽ ഒരു മിസൈൽ പതിച്ചെന്നും പ്രദേശത്തുനിന്ന് സ്ഫോടന ശബ്ദം കേട്ടെന്നും ഉക്രൈൻ അവകാശപ്പെട്ടു. എന്നാൽ ഉപയോഗിച്ചത് അമേരിക്കൻ നിർമ്മിത മിസൈലുകളാണോ എന്ന് ഉക്രൈൻ വെളിപ്പെടുത്തിയിട്ടില്ല. മിസൈലുകൾ US നിർമ്മിതമാണെന്ന് തന്നെയാണ് റഷ്യയുടെ വാദം. എന്നാൽ ആക്രമണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് റഷ്യ തങ്ങളുടെ ആണവ നയം തിരുത്തി. ഒരു ആണവശക്തിയുടെ പിന്തുണയോടെയുള്ള ഇതര രാജ്യത്തിന്റെ ആക്രമണം റഷ്യയ്ക്കെതിരായ സംയുക്ത ആക്രമണമായി കണക്കാക്കുമെന്നും അണ്വായുധം പ്രയോഗിക്കാൻ രാജ്യം നിർബന്ധിതമാവുമെന്നും പുതിയ നയത്തിലുണ്ട്. US യുദ്ധത്തിനിറങ്ങിയാൽ 3ാം ലോക മഹായുദ്ധമുണ്ടാകുമെന്നും റഷ്യയുടെ മുന്നറിയിപ്പുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ജീവൻ. ശബരിമല ദർശനം സുഗമമാക്കുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനുമായി ദർശന വഴി മാറ്റുന്ന കാര്യം പരിഗണിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ബെയിലി പാലം വഴി പുതിയ പാത ഒരുക്കുന്നതടക്കമുള്ള മാറ്റങ്ങളും ആലോചനയിലാണ്. 18ാം പടി കയറി വരുന്ന തീർത്ഥാടകർ ക്യൂ കോംപ്ലക്സിൽ കാത്തുനിൽക്കാതെ നേരിട്ട് സോപാനത്തെത്തി ദർശന സൗകര്യം ഒരുക്കുന്ന കാര്യമാണ് ദേവസ്വം ബോർഡ് പ്രധാനമായും പരിഗണിക്കുന്നത്. കൊടിമരച്ചുവട്ടിൽ നിന്ന് നേരിട്ട് സോപാനത്തിലേക്കുള്ള വഴിയിലൂടെ തീർത്ഥാടകരെ നേരിട്ട് കയറ്റിവിടുവാനാണ് ആലോചിക്കുന്നതെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞു. നേരിട്ടുള്ള ദർശനം ലക്ഷ്യം വെച്ച് സ്ഥാപിച്ച ബെയിലി പാലത്തിന്റെ നിർമ്മാണ കുടിശ്ശിക സൈന്യത്തിന് നൽകിയതോടെയാണ് പുതിയ നീക്കം. ദർശന വഴി മാറ്റുന്നതിൽ എല്ലാവരുമായി കൂടിയാലോചിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കുകയുള്ളൂ. ശബരിമല മാസ്റ്റർ പ്ലാനിൽ നേരിട്ട് തൊഴുന്നതിന് ശുപാർശയുണ്ടെന്നും ദേവസ്വം ബോർഡ് വ്യക്തമാക്കി. വേണ്ടത്ര ധാരണയില്ലാതെ വർഷങ്ങൾക്ക് മുമ്പ് ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച ബെയിലി പാലം ഇപ്പോൾ തുരുമ്പിച്ച് കിടക്കുകയാണ്. ഇത് നവീകരിച്ച് ഉപയോഗപ്പെടുത്തുവാനാണ് ആലോചിക്കുന്നത്. അയ്യപ്പനെ തൊഴുത മാളികപ്പുറം വഴി പുറത്തേക്കിറങ്ങുന്ന തീർത്ഥാടകരെ വീണ്ടും നടപ്പന്തലിലേക്ക് പോകാതെ ചന്ദ്രാനന്ദ റോഡിലെത്തിക്കുവാനാണ് 13 വർഷം മുമ്പ് ബെയിലി പാലം നിർമ്മിച്ചത്. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷം കുത്തിറക്കവും കയറ്റവും പടികളും കടന്നുള്ള ശരണസേതു പാലം വഴിയുള്ള യാത്ര തീർത്ഥാടകർക്ക് മടുത്തതോടെ ഈ പാത ഉപേക്ഷിച്ചു. വർഷാവർഷമുള്ള അറ്റകുറ്റപ്പണി മുടങ്ങിയതോടെ ബെയിലി പാലവും ഉപയോഗശൂന്യമായി. ഇതോടൊപ്പം സൈന്യത്തിന് നൽകുവാനുള്ള കുടിശ്ശികയും കൂടി. ദേവസ്വം ബോർഡിന് വേണ്ടി 1.25 കോടി രൂപ സംസ്ഥാന സർക്കാർ സൈന്യത്തിന് നൽകി കുടിശ്ശിക തീർത്തു. ഇതോടെയാണ് പുതിയ ആലോചന. കൊടിമരച്ചുവട്ടിൽ നിന്ന് നേരിട്ട് സോപാനത്തേക്ക് കടത്തിവിട്ട് ബെയിലി പാലം വഴി പുറത്തേക്ക് കടത്തിവിടുന്ന പുതിയ റൂട്ടാണ് ആലോചിക്കുന്നത്. എന്നാൽ ഇതിനായി പാലവും പാതയും നവീകരിക്കണം. പാതയിൽ മുമ്പുണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുകയും വേണം. മാളികപ്പുറത്തിന് പിന്നിലൂടെ ഭസ്മക്കുളത്തിനരികിലൂടെയാണ് ഈ വഴി പോകുന്നത്. പാലത്തിന്റെ അറ്റകുറ്റപ്പണിക്കും ലക്ഷങ്ങൾ ആവശ്യമാണ്. അതിനാൽ തന്നെ പുതിയ തീരുമാനങ്ങൾ നടപ്പാക്കാൻ വെല്ലുവിളികൾ ഏറെയാണ്. ന്യൂസ് ഡെസ്ക്, ജീവൻ. ശബരിമലയിലെത്തുന്ന മുതിർന്ന ഭക്തർക്കും കുട്ടികൾക്കും അംഗപരിമിതർക്കും സന്ദർശനം സുഗമമാകുന്നതിന് കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കും. കൈക്കുഞ്ഞുങ്ങളുമായി എത്തുന്നവർക്കും സേവനങ്ങൾ ലഭ്യമാകും. സന്നിധാനത്തെത്തുന്ന മുതിർന്ന ഭക്തർക്കും മാളികപ്പുറങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും അംഗപരിമിതർക്കും പ്രത്യേക പരിഗണന ഉറപ്പാക്കാനുള്ള പരിശ്രമത്തിലാണ് അധികൃതർ. വലിയ നടപ്പന്തൽ വഴി അനായാസം കടന്നുവരാനുള്ള സജ്ജീകരണം ഒരുക്കും. കൂടാതെ 18ാം പടി കയറുവാനെത്തുമ്പോൾ ഫ്ലൈ ഓവർ വഴിയല്ലാതെ നേരിട്ട് ദർശനത്തിന് അനുവദിക്കുന്നുമുണ്ട്. കുട്ടികൾക്കൊപ്പം മുതിർന്ന ഒരാളെയും നേരിട്ട് ദർശനത്തിനായി കടത്തിവിടും. സംഘമായി എത്തുന്ന ഭക്തർ കൂട്ടം തെറ്റി പോകുമോ എന്ന ഭയത്താൽ പലപ്പോഴും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ മടിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ചോറൂണിലുൾപ്പെടെ കൊച്ചുകുട്ടികളുമായി ഒട്ടേറെ ഭക്തരാണ് സന്നിധാനത്തെത്തുന്നത്. 18ാം പടി കയറുന്ന അവസരത്തിലും കുഞ്ഞുങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും പ്രായമായവർക്കും പോലീസ് പ്രത്യേക പരിഗണന നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ജീവൻ. തീരക്കടൽ മേഖല പ്രക്ഷുബ്ധമാക്കി സീ വിജിലുമായി ഇന്ത്യൻ നാവികസേന. 2008 മുംബൈ മോഡൽ ആക്രമണം കേരള ലക്ഷദ്വീപ് തീരത്ത് ആവർത്തിച്ചാൽ എന്ത് സംഭവിക്കും എന്നതടക്കം സീ വിജിൽ 2024 ഇന്ത്യൻ നാവികസേന ലോകസമക്ഷം അവതരിപ്പിക്കുന്നു.
കേരള ലക്ഷദ്വീപ് തീരത്ത് സംഘടിപ്പിച്ചിട്ടുള്ള മോക്ഡ്രില്ലിൽ തെരഞ്ഞെടുക്കപ്പെട്ട സേനാംഗങ്ങളുടെ ടീം റെഡ് ആയുധങ്ങളേന്തി തീവ്രവാദികളായി കേരള തീരത്ത് IED ഉൾപ്പെടെയുള്ള സ്ഫോടക വസ്തുക്കൾ സ്ഥാപിക്കാനായി എത്തുന്നതാണ് ആദ്യ നീക്കം. ബോട്ടുകൾ തട്ടിയെടുത്തെത്തുന്ന ടീം റെഡ് സംഘം എവിടെ എപ്പോൾ എത്തുമെന്ന് നീക്കങ്ങളെ പ്രതിരോധിക്കാനുള്ള സംഘമായ ടീം ബ്ലൂവിനും അറിവുണ്ടാകില്ല. നാവികസേനയും കേരള പോലീസും കസ്റ്റംസും CISFും ഉൾപ്പെടെ 16 ഏജൻസികൾക്കാണ് അതിക്രമിച്ചെത്തുന്നവരെ പ്രതിരോധിക്കുവാനുള്ള ചുമതല. ഇതോടെ 2 നാൾ കേരള തീരം യുദ്ധസമാനമാകും. Set in the light of the 4th edition of the Pan-India Coastal Defence Exercise Sea Vigil on 20th and 21st November being conducted by the Indian Navy. Before covering the contours of the exercise, I would like to share a brief background. Consequent to the 26/11 Mumbai attacks, the Government of India undertook numerous initiatives which included conferring the overall responsibility of maritime security to the Indian Navy. 2008 നവംബർ 26 മുംബൈ ഭീകരാക്രമണത്തിനു ശേഷം തീരദേശ സുരക്ഷ ഉൾപ്പെടെയുള്ള സമ്പൂർണ്ണ സമുദ്ര സുരക്ഷ ഇന്ത്യൻ നാവികസേനയുടെ ചുമതലയിലേക്ക് മാറ്റിയിരുന്നു. നാവികസേനയുടെ 5 കപ്പലുകൾ, ഡോണിയർ വിമാനം, റിമോട്ട്ലി പൈലറ്റഡ് എയർക്രാഫ്റ്റ്, ഫാസ്റ്റ് ഇന്റർസെപ്റ്റർ ബോട്ടുകൾ എന്നിവ സീ വിജിലിൽ പങ്കെടുക്കും. കോസ്റ്റ് ഗാർഡിന്റെ ഫാസ്റ്റ് പെട്രോൾ വെസൽ കപ്പലുകൾ, ബോട്ടുകൾ എന്നിവയും കോസ്റ്റൽ പോലീസിന്റെ 21 ബോട്ടുകളും പോരാട്ടത്തിന് സജ്ജം. ഇതിനെല്ലാം പുറമെ കസ്റ്റംസിന്റെ കൊച്ചിയിൽ നിന്നുള്ള 4 ബേപ്പൂരിൽ നിന്നുള്ള 5 ബോട്ടുകളും കൂടാതെ വാടകയ്ക്കെടുത്ത 30 ബോട്ടുകളും ഈ യുദ്ധസമാന മോക്ക് ഡ്രില്ലിൽ പോരാളികൾക്കും തീവ്രവാദികളെന്ന വ്യാജേന എത്തുന്നവർക്കും വാഹനമാകും. ജീവൻ ന്യൂസ്, കൊച്ചി. 55ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയോടനുബന്ധിച്ച് ഗോവയിൽ മാധ്യമപ്രവർത്തകർക്കായി ഏകദിന അപ്രീസിയേഷൻ കോഴ്സ് നടത്തി. തെരഞ്ഞെടുക്കപ്പെട്ട 30ഓളം മാധ്യമപ്രവർത്തകരാണ് ഈ കോഴ്സിൽ പങ്കെടുത്തത്. പരീക്ഷണാടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം ഗോവയിലെ മാധ്യമപ്രവർത്തകർക്ക് മാത്രമായും ഇക്കുറി ദേശീയതലത്തിലും മാധ്യമപ്രവർത്തകരെ ഒരുമിച്ച് ചേർത്താണ് ഈ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഒരുക്കിയത്. പ്രൊഫസർ ഡോക്ടർ ഇന്ദിരാനിൽ ഭട്ടാചാര്യ, പ്രൊഫസർ അമലാൽ ചക്രവർത്തി, പ്രൊഫസർ മാലിനി ദേശായി എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കോഴ്സ് വരും വർഷങ്ങളിൽ തുടരുമെന്നും ഇത് മാധ്യമപ്രവർത്തകർക്ക് കൂടുതൽ ഗുണകരമാണെന്നും PIB ജോയിന്റ് ഡയറക്ടർ സെയ്ദ് റാബി ഷാമി പറഞ്ഞു. FTIയുമായിട്ട് സഹകരിച്ചാണ് PIB മുംബൈ ഇങ്ങനെ ഒരു ഫിലിം അപ്രീസിയേഷൻ പ്രോഗ്രാം മീഡിയ പേഴ്സൺസിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ നല്ല സിനിമകൾ സെലിബ്രേറ്റ് ചെയ്യുന്നതുപോലെ ഫിലിം മേക്കിങ്ങിൻ്റെ മറ്റു ഫാക്കൽറ്റികൾ കൂടി പ്രസ് പേഴ്സൺസ്, മീഡിയ പേഴ്സൺസ് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് PIBയും FTIയും സംയുക്തമായി ചെയ്യുന്നത്. കോഴ്സിൽ പങ്കെടുത്തവർക്ക് സർട്ടിഫിക്കറ്റുകൾ നൽകി. തെരഞ്ഞെടുക്കപ്പെട്ട മാധ്യമപ്രവർത്തകർക്കായി യാത്രയും ഇക്കുറി IFFIയിൽ ഉണ്ടാവും. ജീവൻ ന്യൂസ്, പനാജി. ലയണൽ മെസ്സിയും അർജന്റീനിയൻ ഫുട്ബോൾ ടീമും കേരളത്തിലേക്ക് എത്തുന്നു. അടുത്ത വർഷം മെസ്സി അടക്കമുള്ള ടീം അർജന്റീനയായിരിക്കും കേരളത്തിലെത്തുകയെന്ന് മന്ത്രി അബ്ദുറഹ്മാൻ പറഞ്ഞു. തന്നെ 1-ാം നമ്പർ ടീമായിട്ടുള്ള അർജന്റീന മെസ്സി അടക്കമുള്ള നാഷണൽ ടീം ഇവിടെ വരികയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് അർജന്റീനയാണ് നടത്തുന്നത്. അവര് അടുത്ത 1.5 മാസത്തിനകം ഒരു കേരളത്തിൽ വരും. കേരളത്തിൽ വന്നതിന് ശേഷം ഔദ്യോഗികമായി സർക്കാരും അർജന്റീനൻ നാഷണൽ ടീമും സംയുക്തമായിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഖത്തറിലെ ലോകകപ്പ് വിജയത്തിന് പിന്നാലെ അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കുന്നതിനുള്ള ശ്രമങ്ങൾ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയിരുന്നു. എന്നാൽ ലയണൽ മെസ്സി കേരളത്തിലെത്തുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടായിരുന്നില്ല. മെസ്സിയുടെ കാര്യത്തിൽ അർജന്റീനൻ ഫുട്ബോൾ അസോസിയേഷനാകും അന്തിമ തീരുമാനമെടുക്കുക. അർജന്റീനിയൻ ടീം എത്തുമെന്ന വാർത്ത പ്രചരിച്ചതോടെ സാമൂഹ്യമാധ്യമങ്ങളിലും ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. അർജന്റീനൻ ടീം എത്തുന്നതിന് ചെലവാകുന്ന ഭീമമായ തുക സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്താനാകുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. നീലപ്പടയെ കേരളത്തിലെത്തിക്കാൻ 100 കോടിയിലധികം ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. ഏഷ്യയിലെ 2 ടീമുകളാകും അർജന്റീനയ്ക്കെതിരെ കളിക്കുക. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. തോൽവിയുടെ ആഘാതത്തിൽ നിന്ന് വിജയത്തിലേക്ക് തിരിച്ചു കയറിയ അർജന്റീന വേൾഡ് കപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ പെറുവിനെതിരെ ഏകപക്ഷീയമായ 1 ഗോളിനാണ് അർജന്റീനയുടെ വിജയം.
ഗോൾ ശൂന്യമായ ആദ്യ പകുതിക്ക് ശേഷം 55-ാം മിനിറ്റിലാണ് ലൗതാരോ തകർപ്പൻ ഫിനിഷിലൂടെ പെറു വലയിൽ പന്തെത്തിച്ചത്. ഇടതു പാർശ്വത്തിലൂടെ നടത്തിയ മുന്നേറ്റത്തിനിടയിൽ മെസ്സിക്ക് ഹൂലിയൻ അൽവാരസിന്റെ പാസ്. ബോക്സിന് പുറത്തുനിന്ന് പന്തെടുത്ത മെസ്സി 4 ഡിഫൻഡർമാർക്കിടയിലൂടെ മുന്നോട്ടേക്ക്. വട്ടം ചുറ്റി തടയാനെത്തിയവർക്കിടയിൽ നിന്ന് ഗോൾ മുഖത്തേക്ക് ബോക്സിനുള്ളിൽ നിന്ന് തന്നെ അളന്നുകുറിച്ചൊരു ക്രോസ്. പന്ത് നിലം തൊടും മുമ്പേ ലൗതാരോയുടെ കിടിലൻ വോളി ചാട്ടുള്ളി കണക്കെ വലയിലേക്ക്. കരുത്തരായ എതിരാളികളെ പ്രതിരോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് തടഞ്ഞു നിർത്തുക എന്നതായിരുന്നു പെറു സ്വീകരിച്ച തന്ത്രമെന്ന് തുടക്കം മുതൽ വ്യക്തമായിരുന്നു. കളിയുടെ ആദ്യ 74 മിനിറ്റിനിടെ അർജന്റീന വല ലക്ഷ്യമിട്ട് ഒരു ഷോട്ട് പോലും അവരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. പന്തിന്മേൽ വ്യക്തമായ മേധാവിത്വം പുലർത്തുമ്പോഴും എതിർ ഗോൾ മുഖത്ത് ഉറച്ച അവസരങ്ങൾ തുറന്നെടുക്കുന്നതിൽ ലോക ചാമ്പ്യന്മാർക്ക് പതിവ് രീതിയിൽ മികവ് കാട്ടാനായില്ല. ആതിഥേയ സംഘത്തിന് പെറുവിനെതിരെ പലപ്പോഴും പിണഞ്ഞ മിസ് പാസുകളും തിരിച്ചടിയായി. മത്സരത്തിലുടനീളമായി മൊത്തം 10 ഷോട്ടുകൾ പായിച്ച അർജന്റീനയ്ക്ക് വലയുടെ നേരെ ഉതിർക്കാൻ കഴിഞ്ഞത് 3 ഷോട്ടുകളാണ്. അർജന്റീന ആക്രമണ നിരയിൽ മെസ്സി, അൽവാരസ്, ലൗതാരോ ത്രയത്തെ പിടിച്ചുകെട്ടുന്നതിൽ പെറു ഡിഫൻസ് ഒരു പരിധിവരെ വിജയിച്ചപ്പോൾ മധ്യനിരയിൽ നിന്ന് കയറിയെത്തിയ അലക്സിസ് മക് അലിസ്റ്ററാണ് ഗോളിലേക്ക് കൂടുതൽ ഉറച്ച ഗോൾ ശ്രമങ്ങൾ നടത്തിയത്. 12 കളികളിൽ 25 പോയിന്റുമായി അർജന്റീന തെക്കൻ അമേരിക്കൻ ഗ്രൂപ്പിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. സ്പോർട്സ് ഡെസ്ക്, ജീവൻ. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പാലക്കാട് ഭേദപ്പെട്ട പോളിംഗ്. നാടിന്റെ മനസ്സ് തനിക്കൊപ്പമെന്ന പി സരിൻ. മികച്ച ഭൂരിപക്ഷം ഉറപ്പെന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ. അനുകൂല വിധിയുണ്ടാകുമെന്ന് സി കൃഷ്ണകുമാർ. മഹാരാഷ്ട്രയിലെ 288 മണ്ഡലങ്ങളിൽ ജനവിധി. ജാർഖണ്ഡിൽ അവസാനഘട്ട പോളിംഗ്. 38 മണ്ഡലങ്ങളിൽ. വിജയപ്രതീക്ഷയിൽ ഇന്ത്യ സഖ്യവും എൻഡിഎയും. തൊണ്ടിമുതലിൽ തിരിമറി. മുൻ മന്ത്രി ആന്റണി രാജുവിന് സുപ്രീം കോടതിയിൽ തിരിച്ചടി. വിചാരണ നേരിടണം. 1 വർഷത്തിനുള്ളിൽ വിചാരണ പൂർത്തിയാക്കണമെന്നും കോടതി. ഗാസയിൽ വെടിനിർത്തൽ നിർദ്ദേശം തള്ളി നെതന്യാഹു. ഇസ്രയേൽ ബന്ദികളെ തിരിച്ചെത്തിക്കുന്ന ഗാസക്കാർക്ക് പാരിതോഷികം. ഹമാസ് അസ്തമിച്ചുവെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി. ഫുട്ബോളിലെ മിഷിഹ കേരളത്തിലേക്ക് സ്ഥിരീകരിച്ച് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ. മെസ്സിയും സംഘവും പന്ത് തട്ടാനെത്തുക അടുത്ത വർഷം. ജീവൻ ന്യൂസ് ഹെഡ്ലൈൻസ് presented by BIS ഹോൾമാർക്ക് 9161 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ജീവന്റെ നൂൺ എഡിഷൻ സമാപിച്ചു. നമസ്കാരം.